ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ ബാപ്പച്ചയെ ഈ പരുവത്തിലാക്കി ഇടാങ്കി നിന്നെ എനിക്ക് പലതും ചെയ്യാൻ പറ്റും. നിന്നെ കൊന്നാ പോലും ആരും എന്നോട് ചോദിക്കില്ല. എന്നാ ശരി, നിങ്ങൾ കിട്ടോ. ആ പൊയ്ക്കോ, വണ്ടി എടുക്ക. ഇത് അവനല്ലേ? കാശ് തന്നിട്ട് പോടാ. നിക്കടാ അവിടെ. എടാ നിക്കടാ. എടാ അതാരത്? എന്താ പ്രശ്നം? എന്താ? അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്തത് അവനാ. ഏയ്, അതെന്റെ ഫ്രണ്ടാ. അവനങ്ങ് ഗൾഫിലായിരുന്നു. അയ്യോ അല്ല, അവൻ നിങ്ങളെ പൈസ ഒന്നും അവൻ എടുക്കൂല. ഞങ്ങളെ അടിച്ചിട്ട് ഞങ്ങളുടെ കാശ് എടുത്തോണ്ട് പോയത് അവൻ തന്നെയാ. അവനങ്ങനെ ചെയ്യത്തില്ലെന്ന്. അയ്യോ, പിന്നെ അവൻ ചെയ്തത് എന്തുവാ? രാഘവേട്ടൻ ഓർമ്മയില്ലേ? രാഘവേട്ടൻ തള്ളിയിട്ടത് ദാണ്ടെ അവനാ. അയ്യോ രാഘവേട്ട, ചിലപ്പോ നിനക്ക് ആള് മാറിയായിരിക്കും ഭാമേ. ഇല്ല രാഘവേട്ട, ഇത് അവൻ തന്നെയാ. അവന്റെ രൂപം പച്ച കുത്തിയ പോലെ എന്റെ ഉള്ളിലുണ്ട്. അല്ല, ഇവർക്ക് ആള് മാറിയതായിരിക്കുന്നേ. ചുമ്മാ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി പറയുന്നത്. ഭാമേ, നമുക്ക് ഇവിടുന്ന് പോവാന്നേ. ചിലപ്പോ അവര് ഭാമ പറയുന്നവരായിരിക്കത്തില്ല. അല്ല രാഘവേട്ട, എന്നാലും ഭാമേ, നിനക്ക് തോന്നിയായിരിക്കുന്നേ. ദേ, ഉറപ്പില്ലാത്ത കാര്യം നമ്മൾ വിളിച്ചു പറയരുത്, പ്രത്യേകിച്ച് മോഷണ കാര്യങ്ങളൊന്നും. നമുക്ക് രാഘവേട്ട, ഞാൻ പറയുന്നതൊന്നും. നീ വന്നേ ഭാമേ, വാ നടക്കൂട്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരെങ്ങനെ സംശയിക്കല്ലേ? നമ്മളെ വെറുതെ വിട്ടേക്ക്. നീ വാ ഭാമ ഇങ്ങോട്ട്. അവൻ തന്നെയാ പൈസ കൊണ്ടുപോയത്. നടക്ക്. വാ ഇങ്ങോട്ട്. നീ ഇങ്ങോട്ട് നടന്നേ ഭാമേ. അത് അവൻ തന്നെയാ രാഘവേട്ട. അല്ല, നീ വാ. അവൻ തന്നെയാ രാഘവേട്ട, ഞാൻ പറഞ്ഞത് സത്യമാ. അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അങ്ങനൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? നീ വാ. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ മച്ചു? ആ തള്ള സീനാക്കിയോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഓ, ഇനി അവരുടെ മുന്നിൽ ചെന്ന് ചാടി കൊടുത്തേക്കരുത്. അത് നീയല്ലെന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞൊപ്പിച്ചിരിക്കുന്നത്. ശരിടാ. ആ ശരി, വണ്ടി എടുക്ക. നീ വാ. ആ പണം എവിടെ? ഏത് പണം? ആ പാവങ്ങളെ പറ്റിച്ചെടുത്ത 10 ലക്ഷം രൂപ എവിടെയെന്നാ ചോദിച്ചേ. എനിക്കെങ്ങനെ അറിയാം? നിങ്ങളും ഇപ്പൊ വന്ന നിങ്ങളുടെ ആ കൂട്ടുകാരനും ആ പണം എടുത്തത്. ആ പാവങ്ങളെ ദ്രോഹിച്ച് തട്ടിയെടുത്ത പണം കൊണ്ട് നിങ്ങളൊന്നും ആവാൻ പോകുന്നില്ല. അവരുടെ ശാപം ഉണ്ടല്ലോ, അത് നിങ്ങളെ വിട്ട് ഒരു കാലത്തും പോകുകയില്ല. അത് ഞാനങ്ങ് സഹിച്ചു. അവരുടെ പണം പോയാലേ നിനക്ക് നോവൂന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ആ പണം ഞാൻ ഇങ്ങെടുത്തത്. ഇതെങ്ങാനും പുറത്താരോടെങ്കിലും പോയി പറഞ്ഞ അറിയാലോ എന്നെ. നിന്റെ ബാപ്പച്ചയെ ഈ പരുവത്തിലാക്കി ഇടാങ്കി നിന്നെ എനിക്ക് പലതും ചെയ്യാൻ പറ്റും.
നിന്നെ കൊന്നാ പോലും ആരും എന്നോട് ചോദിക്കില്ല. ഇതൊന്നും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഭീഷണി എനിക്ക് നേരെയും വരാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഞാൻ പറഞ്ഞു തിരിക്കും. എങ്കിൽ ബാപ്പച്ചിക്കൊപ്പം നീയും വീഴും എന്നേക്കുമായിട്ട്. പോടി പടാ. എനിക്ക് നല്ല ഉറപ്പുണ്ട് രാഘവേട്ട, അത് അവൻ തന്നെയാ. രാഘവേട്ടനെ തള്ളിയിട്ടിട്ട് അവൻ ആ പണം എടുത്ത് ഓടുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. അന്ന് വന്നോമാരുടെ കൂട്ടത്തില് അവനുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓ, നല്ല ആളോടാ ഞാൻ ചോദിക്കുന്നത്. മറവി മാത്രമല്ലല്ലോ, മറിഞ്ഞ് താഴെ വീണ് കിടക്കല്ലായിരുന്നോ? പിന്നെ രാഘവേട്ടൻ എങ്ങനെ അവനെ ശ്രദ്ധിക്കാനാ? ഭാമ ആരാണ്ടൊക്കെ വീടിന് മുമ്പേ നിൽപ്പുണ്ടല്ലോ. രാഘവേട്ട, വന്നിരിക്കുന്നത് ശ്യാമ രോഹിത്വാ. ഇവൻ എന്തുറപ്പിൽ എവിടെ കയറി വന്നിരിക്കുന്നെന്ന് എനിക്കൊന്ന് അറിയണം. ഭാമേ, അവര് നമ്മുടെ വീട്ടിൽ വന്നാന്നേ. ആ രീതി വേണേ നമ്മൾ സംസാരിക്കാം. ഭാമേ, ഇറങ്ങടാ വെളിയില്. നീ എന്തുറപ്പിലാ ഈ വീട്ടിൽ കയറിയത്? സത്യമേ, അത് ഞങ്ങള് മിണ്ടരുത്. നീ അടിച്ചിറക്കിയ വീട്ടിൽ നിന്നും ഞങ്ങൾ അഭയാർത്ഥികളെ പോലെ വന്നു കയറിയ വീടാ ഇത്. ഞങ്ങൾക്ക് ആശ്രയമായ വീട്. ഇവിടെ നിന്റെ കാലടികൾ പതിഞ്ഞാലേ ഇതും മുടിയും. ഇറങ്ങ, ഇങ്ങോട്ട് ഇറങ്ങടാ, ഇറങ്ങടാ. സത്യമേ, അത് ഞങ്ങള് സത്യമേ ഇറങ്ങി പോനല്ലേടാ പറഞ്ഞേ. സത്യമേ, രോഹിത് ചെയ്ത തെറ്റിന് മാപ്പ് പറയാനാ വന്നത്. ഇവിടെ ഒരാൾക്കും കേക്കണ്ട ഇവന്റെ മാപ്പ്. എന്നെ ചതിച്ച് എന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് എന്റെ മുന്നിൽ മാപ്പം കൊണ്ട് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? ഡാ, നിന്നെ മോനെ പോലെയല്ല, മോനായിട്ട് തന്നെയാ സ്നേഹിച്ചതും കൂടെ നിർത്തിയതും. എന്റെ വിഷ്ണുവിനേക്കാൾ കാര്യമായിരുന്നല്ലേ എനിക്ക് നിന്നോട്? എന്നിട്ട് നിനക്ക് എങ്ങനെയാടാ എന്നെ ചതിക്കാൻ തോന്നിയത്? സത്യമേ, ഞാൻ അങ്ങനെ നീ എന്നെ വിളിച്ചേക്കരുത്. ആ വിളി കേട്ടിരുന്ന സത്യഭാമ അന്ന് മരിച്ചതാ. നീയും നിന്റെ കൂട്ടാളികളും കൂടെ ചേർന്ന് ഇറക്കി വിട്ടില്ലേ? ഹൃദയം തകർന്ന ഒരവസ്ഥയിൽ കൂടും കൊടുക്കെടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയില്ലേ? അന്ന്